വരുന്നു. ആ പാറു പാറു ആ പാറു, നിന്റെ അസുഖമൊക്കെ മാറിയോ? ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. ഇപ്പോഴും മുഖത്ത് ക്ഷീണമുണ്ട്. ഹോസ്റ്റൽ മുറിയിൽ വെറുതെ അടച്ചുപൂട്ടി ഇരിക്കുകയായിരുന്നില്ലേ, അതിന്റെ ആയിരിക്കും. ജോലിക്ക് വരാൻ തുടങ്ങിയ സ്ഥിതിക്ക് ഇനി എല്ലാം ശരിയായിക്കോളും. ഇവര് പറയുന്ന ഒന്നും നീ കേക്കണ്ട. എന്തിനാ നീ ഇത്ര പെട്ടെന്ന് ജോലിക്ക് തിരിച്ചു കയറിയത്? നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് സുഖമായി ഉറങ്ങി റെസ്റ്റ് എടുക്കായിരുന്നില്ലേ? നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ 1 മാസത്തേക്ക് ഈ കമ്പനിയുടെ പരിസരത്ത് പോലും വരില്ലായിരുന്നു. നീ ഇങ്ങനെ ചിന്തിക്കുന്നോണ്ടാ നിനക്കൊരു ജലദോഷം പോലും വരാത്തെ. വന്നാ തന്നെ ഇവള് അസുഖമാണെന്ന് മറന്നിട്ട് ജോലിക്ക് വരും. പാറു, നിന്റെ അച്ഛൻ ഞങ്ങളെ ക്ഷണിക്കാൻ കമ്പനിയിലേക്ക് വന്നിരുന്നു. ചേച്ചിയുടെ കല്യാണ ഒരുക്കങ്ങളൊക്കെ എവിടെ വരെയായി മോളെ? നന്നായി നടക്കുന്നുണ്ട് ചേച്ചി. നീ ടെൻഷൻ അടിക്കണ്ട. നിന്റെ നാട്ടിലെ ഉത്സവത്തിന് ഞങ്ങൾ വന്ന് ഉഷാറാക്കിയതുപോലെ ലക്ഷ്മിയുടെ കല്യാണവും നമ്മൾ ആഘോഷമാക്കും. എന്താ അവിടെ ഒരു ബഹളം? അയ്യോ, മാഡം വന്നോ? ഇത്രയും കാലം നീ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഈ കമ്പനിയിലെ കാര്യങ്ങളെല്ലാം നല്ല ഭംഗിയായിട്ട് നടക്കുന്നുണ്ടായി. മാഡം വന്ന സ്ഥിതിക്ക് ഇനി എനിക്ക് തലവേദനയായിരിക്കും. നീയും നിന്റെ കാമുകനും കൂടി ഇനി എന്തൊക്കെ പ്രശ്നങ്ങളാണാവോ ഇവിടെ ഉണ്ടാക്കാൻ പോണേ? അവൾ അസുഖം ഭേദമായിട്ട് ഇന്ന് ജോലിക്ക് കയറുന്നേ ഉള്ളൂ. അപ്പോഴേക്കും ഇവളെ മാനസികമായിട്ട് തളർത്തണോ സാർ? പിന്നെ ഞാൻ എന്ത് ചെയ്യണോടാ? ഇത്ര നേരം മര്യാദയ്ക്ക് ജോലി ചെയ്ത നിങ്ങളെല്ലാവരും ഇവളെ കണ്ടപ്പോ ജോലിയൊക്കെ നിർത്തിവെച്ച് കുശലം ചോദിക്കാൻ വന്നില്ലേ? അല്ല, ഇവൾക്ക് എന്തെങ്കിലും പറ്റിയ ആദ്യം ഓടി വരുന്ന ഒരുത്തണ്ടല്ലോ, അവൻ എവിടെ പോയി? ആ ഒന്നല്ല, പ്രേമകുമാരൻ. പാറു, നീ എപ്പോഴാ വന്നത്? ആ, ഇനി നീയും കൂടി ഇവളുടെ അടുത്ത് കുശലം പറഞ്ഞിരിക്കും. കുറച്ചു നേരം കൂടി സംസാരിച്ച് കളഞ്ഞാ പിന്നെ ലഞ്ച് ബ്രേക്ക് ആവില്ല. തിന്നാൻ വേണ്ടി മാത്രം പറഞ്ഞ കുറെ ജന്മങ്ങള്. നിങ്ങളൊക്കെ എന്ത് കാണാൻ നിക്ക? പോയി ജോലി ചെയ്തേ. എന്തായാലും നീ വരാൻ വൈകിയതല്ലേ, പോയി എല്ലാവർക്കും കാപ്പി ഉണ്ടാക്കിയിട്ട് തയ്ക്കായിരുന്നാ. അയാൾ പറഞ്ഞതുകൊണ്ട് നീ ഒന്നും ചെയ്യാനൊന്നും നിൽക്കണ്ട. പക്ഷേ ഞങ്ങളെല്ലാം കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് നിശ ചേച്ചി ഉണ്ടാക്കുന്ന മോശം കാപ്പിയാ കുടിച്ചോണ്ടിരിക്കുന്നത്. നീ ഉണ്ടാക്കുന്ന കാപ്പി കുടിക്കാൻ കൊതിയായി. പ്രിയ, ഇവളോട് കാപ്പി ഉണ്ടാക്കാൻ പറയടാ. പാറു, ഇത് ഇവരുടെയൊക്കെ ആഗ്രഹമായിരിക്കും. നീ കോഫി ഉണ്ടാക്ക. എന്താടാ അവളൊന്നും പറയാതെ പോയത്? കാപ്പി ഉണ്ടാക്കോ ഇല്ലയോ? നമ്മള് കോഫി ഉണ്ടാക്കിക്കൊണ്ട് വരും. നീ ചെന്ന് ജോലി ചെയ്യ്. ഹലോ, എന്താ മമ്മി? നീ മീറ്റിംഗിലൊന്നുമല്ലല്ലോ, 2 മിനിറ്റ് സംസാരിച്ചൂടെ? ആ, മീറ്റിംഗ് ഒന്നുമല്ല മമ്മി, പറഞ്ഞോളൂ. മമ്മി പറയുന്നത് നീ ദേഷ്യപ്പെടാതൊന്ന് കേക്ക്. ആദ്യം കാര്യം എന്താന്ന് പറയേ. മാരേജ് ബ്യൂറോയില് നിന്റെ പേര് ഞാൻ രജിസ്റ്റർ ചെയ്തു. അതിന് 2-3 പെൺകുട്ടികളും അവരുടെ പാരന്റ്സും റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ആ പെൺകുട്ടികളുടെ ഫോട്ടോ നിനക്ക് അയച്ചിരട്ടെ. നിനക്ക് ആരെങ്കിലും ഇഷ്ടപ്പെട്ടാ മമ്മിയോട് പറഞ്ഞാ മതി, നമുക്ക് ആലോചിക്കാം. ഇതൊക്കെ വീട്ടിൽ വന്നിട്ട് സംസാരിച്ച പോരെ മമ്മി? ജോലി സമയത്ത് ചർച്ച ചെയ്യേണ്ട കാര്യമാണിത്. ഒരു 5 മിനിറ്റ് അല്ലേ എടുക്കുള്ളൂ മോനെ. മമ്മി എന്താണ് പറയുന്നതെന്ന് ചിന്തിക്കുന്നുണ്ടോ? എന്റെ ലൈഫ് പാർട്ണർ ആരാവണമെന്ന് 5 മിനിറ്റ് കൊണ്ട് എനിക്ക് തീരുമാനിക്കാൻ പറ്റുമോ? ഇത് കുട്ടിക്കളിയാണെന്നാണോ മമ്മി വിചാരിക്കുന്നത്? ആ കുട്ടികളുടെ ഫോട്ടോ നോക്കി നിനക്ക് ഇഷ്ടമാണോന്ന് പറയാൻ മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. നീ പറയുന്നത് കേട്ടാ നാളെ തന്നെ കല്യാണം കഴിക്കണമെന്ന് ഞാൻ പറഞ്ഞതുപോലെ ഉണ്ടല്ലോ. ഞാൻ അയച്ച ഫോട്ടോസ് നീ ഒന്ന് നോക്ക്.
അതിലാരെങ്കിലും നിനക്ക് ഇഷ്ടപ്പെട്ടാ നമുക്ക് അവരെ നേരിട്ട് പോയി കാണാം. ആ കുട്ടിയോട് നീ സംസാരിച്ച് നിനക്ക് ചേർന്ന പെൺകുട്ടിയാണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവാം. മാരേജിനെ കുറിച്ച് ചിന്തിക്കാൻ പറ്റിയൊരു മാനസികാവസ്ഥയിലല്ല മമ്മി ഞാനിപ്പോൾ ഉള്ളത്. മാത്രമല്ല ഓഫീസ് ടൈമിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. ശരി, ഓഫീസിലിരുന്ന് സംസാരിക്കണ്ട. വൈകുന്നേരം വീട്ടിൽ വരുമ്പോ നമുക്കിതിനെക്കുറിച്ച് വിസ്തരിച്ച് സംസാരിക്കാം. ഓക്കെ? ഞാൻ ഫോൺ വെക്കുക. ശരി. ആ പിന്നെ മോനെ, ഇന്ന് എന്റെ ഫ്രണ്ടിന്റെ ബർത്ത്ഡേ ആണ്. ഞാൻ അവളുടെ വീട്ടിലേക്ക് പോവും. വരാൻ വൈകും. എന്നാലും ഡാഡിയുടെ കൂടെ ഇരുന്ന് നിന്റെ കല്യാണ കാര്യം നമുക്കൊന്ന് സംസാരിക്കണം. ബൈ മോം. മോനെ, അവൻ ഫോട്ടോ അയക്കാൻ പറഞ്ഞിരുന്നെങ്കിൽ സർപ്രൈസ് ആയി മുക്തയുടെ ഫോട്ടോ അയക്കായിരുന്നു. അത് നടന്നില്ല. സാരല്ല, ഇപ്പോഴും അവന്റെ മനസ്സില് പാർവതി ഉണ്ടെന്ന് പറഞ്ഞില്ലല്ലോ. കല്യാണം കഴിക്കാൻ കുറച്ച് സമയം വേണമെന്നല്ലേ പറഞ്ഞുള്ളൂ. അപ്പോ പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. പതുക്കെ പതുക്കെ അവന്റെ മനസ്സ് മാറ്റി മുക്തയുമായി അവന്റെ കല്യാണം നടത്തണം. സമയമെടുത്ത് നല്ല പോലെ ആലോചിക്കും. പ്രിയനെയും കൈലാഷിനെ അടക്കം നിനക്ക് ചുറ്റുമുള്ള എല്ലാവരെയും നീ സംശയിക്കണം. പ്രിയനും ഈ കാര്യത്തിൽ കുറ്റക്കാരനാണ്. നിന്നെ ഈ അവസ്ഥയിലാക്കിയത് അവനല്ലേ? ഒരു പ്രത്യേക സാഹചര്യത്തിൽ നിനക്ക് പ്രിയന്റെ വീട്ടിൽ താമസിക്കേണ്ടി വന്നു എന്ന് കരുതി അവനത് മുതലെടുത്തത് ശരിയാണോ? നിങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണെന്ന് കരുതി പ്രിയൻ ഒരിക്കലും ഇങ്ങനെ അതിര് കടക്കാൻ പാടില്ലായിരുന്നു. നിങ്ങൾ എന്തൊക്കെ കാരണങ്ങൾ വേണമെങ്കിലും നിരത്തിക്കോളൂ. നിങ്ങളെന്നല്ല, ദൈവം ഇറങ്ങി വന്ന് പറഞ്ഞാൽ പോലും പ്രിയൻ ചേട്ടനാണിത് ചെയ്തതെന്ന് ഞാൻ വിശ്വസിക്കില്ല. എന്നോട് ഈ തെറ്റ് ചെയ്തത് ആരാണെന്ന് ഞാൻ കണ്ടുപിടിക്കും. പക്ഷെ അതിനു മുൻപ് പ്രിയൻ ചേട്ടൻ നിരപരാധിയാണെന്ന് നിങ്ങളുടെ മുൻപിൽ ഞാൻ തെളിയിക്കും. പ്രിയൻ ചേട്ടനല്ല എൻ്റെ അവസ്ഥയ്ക്ക് കാരണക്കാരനെന്ന് മീരയുടെ ആയിഷയുടെ മുന്നിലെങ്കിലും എനിക്ക് തെളിയിക്കണം. അതിന് എന്ത് ചെയ്യേണ്ടി വന്നാലും ഞാൻ ചെയ്യും. പ്രിയൻ ചേട്ടൻ ഈ പരീക്ഷണത്തിൽ ജയിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്.